200 വർഷത്തിലധികം പഴക്കമുള്ളൊരു കാട്ടുപ്ലാവാണത്രേ. ദൈവം, ഇത് തിരിച്ചും നമ്മൾ ഇറങ്ങണ്ടേ? ഉയരം കൂടും തോറും പേടി കൂടും. ഗൈഡ് ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു മ്യൂസിയം അല്ല, ജസ്റ്റ് ഒരു മോർണിംഗ് ഗൈസ്. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നത് റിപ്പബ്ലിക് ഡേ ആയിരിക്കില്ല, കാരണം നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇടുമ്പോഴേക്കും ചിലപ്പോൾ വഴിക്കും. എന്തായാലും നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത് 26 ജനുവരി റിപ്പബ്ലിക് ഡേ ദിവസം ഞായറാഴ്ച പാലക്കാട് ഹോണ്ട ബിഗ് വിങ് ഷോറൂമിലാണ്. എന്തിനാണെന്നല്ലേ, നമ്മളൊരു ഫ്രീഡം റൈഡ് പോവാണ്. ആക്ച്വലി ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആണ്, കുറച്ച് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ഇതൊക്കെ ഞാൻ അവരുടെ അടുത്ത് ജസ്റ്റ് ചോദിക്കുകയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് റൈഡേഴ്സ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷോറൂമിൽ വേണ്ടിയിട്ട് സമയം ഇപ്പോൾ പറയണില്ല, 5:43, അറൗണ്ട് 5:30 ആണ് ഞാൻ എത്തിയത്. പിന്നെ 6 മണിക്കാണ് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ 18 to 20 വണ്ടികളാണ് ഉള്ളത്. നമുക്ക് കാണാം, കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഷോറൂം അത്യാവശ്യം രാത്രി പുലർച്ചെ രാവിലെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ. എപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഷോറൂംസ് എപ്പോഴും ലൈറ്റും ആ ഒരു സെറ്റപ്പുകൾ കാരണം രാവിലെ നേരത്തെ കാണുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ജസ്റ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. അത്യാവശ്യം കുറച്ച് സിനിമാറ്റിക് വീഡിയോസൊക്കെ നമുക്ക് പറ്റുകയാണെങ്കിൽ മറ്റേ സൈലൻറ്റ് വാലിയിൽ എടുക്കാം. പിന്നെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 6 മണിക്ക് ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് പിന്നെ 7:50, 8 മണിയാകുമ്പോഴേക്കും സൈലൻറ്റ് വാലി എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്, കാരണം ടൈമില്ല. പിന്നെ 8 മണിയാകുമ്പോഴേക്കും നമ്മൾ ജംഗിൾ സഫാരി പോയിട്ട് ബൈക്ക് ട്രക്കിംഗ് ഉണ്ട്. അതിൽ നമ്മൾ പോയിട്ട് അറൗണ്ട് ഒരു 2-3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നേരം വെളുക്കുന്നേ ഉള്ളൂ. നമ്മൾ റൈഡ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ അറൗണ്ട് ഒരു 6:30 ആയിട്ടുണ്ട്. കാരണം 2-3 പേര് കൂടി എത്താണ്ട്. നമ്മുടെ CB300F കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ CB350, പിന്നെ അഗൈൻ ഹൈനസ്. ഇത് ആക്ച്വലി CB350 തന്നെയാണ്. ഇത് ഹൈനസ് CB350, ഹൈനസ് CB350, ഹൈനസ് CB350, ഇത് ഹൈനസ് CB350, ഇത് CB350, പിന്നെ അഗൈൻ ഹൈനസ് CB350 ആണ്. നമ്മൾ ആക്ച്വലി നമ്മുടെ ദേശീയ പതാക ജസ്റ്റ് വണ്ടിയുടെ സൈഡ് മിററിൽ എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വീപ്പർ വണ്ടി ഇതാണ് ആക്ച്വലി നമ്മുടെ CB300F. അതിൽ നമ്മൾ വലിയൊരു ദേശീയ പതാക വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വഴിയിൽ വെച്ചിട്ട് കാണാം. മറ്റേ സൈലൻറ്റ് വാലിയുടെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. മറ്റേ വനശ്രീ എക്കോ ഷോപ്പ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ എല്ലാ ബൈക്കുകളും നിരന്ന് കിടക്കുന്നു. ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മളിനി മറ്റേ ജീപ്പിലാണ് പോകുന്നത്. ജീപ്പിൻ്റെ മേജറായിരിക്കും, ചിലപ്പോൾ കമാൻഡർ ഉണ്ടോയെന്ന് അറിയില്ല, കാർ ഉണ്ടോയെന്ന് അറിയില്ല, നമുക്ക് നോക്കണം. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഓഫ് റോഡിങ് ആണ്. ഇവിടുന്ന് നമ്മളിനി ഒരു 23 കിലോമീറ്ററാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ എത്ര ഒരു കണക്കിൽ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ വീഡിയോയിൽ വേണമെങ്കിൽ വോയിസ് ഓവറിൽ പറയാം, കാരണം എനിക്ക് കൃത്യമായിട്ട് എത്രയെന്ന് അറിയില്ല. പിന്നെ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. സൈലൻറ്റ് വാലിയുടെ മറ്റേ അക്ഷയപാത്രം, അതേപോലെ തന്നെ കുന്തിദേവിയുടെ കാര്യങ്ങളൊക്കെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഹിസ്റ്ററി, ഇതിഹാസം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് ആക്ച്വലി മറ്റേ ജീപ്പ് ഡ്രൈവേഴ്സ് അവർ നേരെ ക്ലിയറായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അവർ പറയണത് വേണമെങ്കിൽ ഞാൻ വോയിസ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് പറയുന്ന കാര്യങ്ങൾ ഇടാം. പക്ഷേ വണ്ടിയുടെ സൗണ്ട് ഉള്ളപ്പോൾ ചിലപ്പോൾ അവരെന്താ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമോയെന്ന് എനിക്കറിയില്ല. നമുക്കെന്തായാലും ട്രൈ ചെയ്യാം. പിന്നെ നമ്മളിവിടെ ജസ്റ്റ് അവർ ഫുഡ് കഴിക്കാമെന്നാണ് പറഞ്ഞത്, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളിവിടെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് ഡയറക്റ്റ് സ്ട്രേറ്റ് പോയാണ് നമ്മുടെ സൈലൻറ്റ് വാലി. അപ്പോൾ 23 കിലോമീറ്റർ പോകണം. ഇവിടെ വനശ്രീ പറഞ്ഞ എക്കോ ഷോപ്പൊക്കെ കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദിവാസികൾ ഉണ്ടാക്കുന്ന മറ്റേ പച്ചമരുന്ന് മൻ്റെയൊക്കെ സ്റ്റോറുകൾ നമ്മൾ വരുമ്പോൾ കണ്ടു. പിന്നെ അതൊരു കഫേയാണ്, ടീ ഷോപ്പ്. പിന്നെ നമ്മുടെ ബൊലേറോൻ്റെ ക്യാമ്പർ കിടക്കുന്നുണ്ട്, ഫോറസ്റ്റ് ഡിവിഷൻ്റെ. ഇതിൻ്റെ ടൂറിസ്റ്റ് വന്നത് നമ്മുടെ ബൈക്കുകൾ നിരന്ന് കിടക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബൈക്ക് ഉണ്ടായിരുന്നത്. ഇത് CB300 എന്താ പേര്, F ആണെന്ന് തോന്നുന്നു. അതെ, CB300F. അതിൽ നമ്മൾ ദേശീയ പതാക വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് ഫ്രണ്ടിൽ പോയ പൈലറ്റ് വാഹനം. പിന്നെ നമ്മൾ പിന്നിൽ ഏറ്റവും ലാസ്റ്റിൽ സ്വീപ്പർ എന്ന രീതിയിൽ, അതായത് ഏറ്റവും ലാസ്റ്റ് പോകുന്ന ആളെ നമ്മൾ സ്വീപ്പർ എന്നാണ് വിളിക്കുക. അതായത് ലാസ്റ്റ് അത് അതോറിറ്റീസ്, നമ്മുടെ ഷോറൂം അതോറിറ്റീസാണ് ലാസ്റ്റ് എപ്പോഴും വരിക. കാരണം ഇൻ കേസ് എന്തെങ്കിലും മിഡിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ കുറേ പേര് നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഏരിയ നമ്മൾ പോവുകയാണ്. അപ്പോൾ റിപ്പബ്ലിക് ഡേൻ്റെ ഡെക്കറേഷനൊക്കെ നമുക്ക് കാണാം. ഇവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബലൂൺസും അതുപോലെ തന്നെ മാലയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്.
നമ്മുടെ ഫോറസ്റ്റ് ഡിവിഷൻ്റെ മഹീന്ദ്രയുടെ ഒരു താറ് കിടക്കുന്നത് കാണാം കേട്ടോ. അതുപോലെ നമ്മുടെ സ്കോർപ്പിയോ. എല്ലാവിടെയും മഹീന്ദ്രയാണല്ലോ. ഇനി ഇവിടെ നിന്നാണ് സ്ട്രെയിറ്റ് അങ്ങനെ പോകാമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്, അപ്പോൾ അതെ ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ മഹീന്ദ്രയുടെ ഏതെങ്കിലും ഒരു ജീപ്പിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ജീപ്പിലല്ല പോകുന്നത്, നമ്മുടെ ഏഷ്യറിൻ്റെ സ്റ്റാർ ലൈൻ പറഞ്ഞ് ഈ വാഹനത്തിലാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു ആക്ച്വലി ഞാൻ മുന്നേ വന്ന സമയത്ത് ജീപ്പിലായിരുന്നു പോകേണ്ടത്. ഇപ്പോൾ കുറേ പേരുണ്ടല്ലോ, അതെ ആ സമയത്ത് ചിലപ്പോൾ വാനായിരിക്കും സെറ്റപ്പ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ വേറൊരു സൈലൻറ്റ് വാലിയുടെ ഈ വണ്ടി കൂടി ഉണ്ട് കേട്ടോ. ഇത് മറ്റേ SML ഇസൂസു ഉണ്ടോ അതിൻ്റെയാണ്. ഈ ഒരു കളർ അടിപൊളിയായിട്ട് ഒരു ജംഗിൾ ഗ്രീൻ എന്ന് പറയില്ല. പിന്നെ ഇതും ഇല്ല സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് എന്നൊക്കെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സൈലൻറ്റ് വാലിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 മേജർ സ്പീഷീസാണ്, എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് സിംഹവാലക്കുരങ്ങനും പിന്നെ ഒന്ന് മലമ്പുഴക്കിൽ വേഴാമ്പലും. സിംഹവാലക്കുരങ്ങിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക എന്താ പറയുക ലയൺ ടൈൽഡ് മക്കോ എന്ന് അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ മറ്റേ മലമ്പുഴക്കിൽ വേഴാമ്പലിന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല, നിങ്ങൾ വേണമെങ്കിൽ കമൻസിൽ പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് ബസ്സിൽ പോവാം. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത്, ജീപ്പിലല്ല. ഇതിങ്ങനെ ജംഗിൾ സഫാരി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. 200 വർഷത്തിലധികം പഴക്കമുള്ളൊരു കാട്ടുപ്ലാവാണ് അത്ര. അപ്പോൾ താഴെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചക്കകളൊക്കെ ആനകൾ തിന്നും. പിന്നെ മുകളിലിരിക്കുന്നതൊക്കെ മലയണ്ണാൻ അല്ലെങ്കിൽ സിംഹവാലക്കുരങ്ങൻ. ഞാൻ ഒരു മലയണ്ണാനെ കണ്ടു കേട്ടോ, അതിൻ്റെ ഒരു വീഡിയോ ഇതാണ്. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് എടുത്തിട്ട് ഈ ഒരു പ്ലാവിനെ പറ്റിയിട്ടുള്ള വീഡിയോ എടുക്കാൻ വെച്ചിട്ടായിരുന്നു. അത്യാവശ്യം അടിപൊളിയാണ്, നല്ല തണുപ്പാണ് കേട്ടോ. നമ്മുടെ പാലക്കാടുള്ള ചൂടൊന്നുമല്ല, ഈ ഏരിയയിലുള്ള നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല പാലക്കാടൊക്കെ ഒരു നല്ല ചൂടാകുമ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് വരുന്നത്. അടിപൊളി സംഭവം കേട്ടോ. നിങ്ങളെന്തായാലും ശരിക്കും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് സൈലൻറ്റ് വാലി. ശരിക്കും എൻ്റെ പേരെന്ന് പറഞ്ഞാൽ സൈരന്ധ്രി ഹിൽസ് എന്നാണ്. പിന്നെ ബ്രിട്ടീഷുകാർ ആക്ച്വലി വിളിച്ചിട്ട് ഉണ്ടായിരുന്നൊരു പേര്, കാരണം അത്യാവശ്യം നല്ല സൈലൻ്റായൊരു സമയമായിരുന്നു അന്ന്. അതിന് നമ്മുടെ ശശി ചേട്ടനാണ്, ഗൈഡാണ്. ആൾ നേരെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഒരു വെള്ളച്ചാട്ടൻ്റെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞു കുടിച്ച് നോക്കിക്കോളാം, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ബിജോ ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോകുന്നില്ല, പിടിക്കടാ ഇവിടുന്ന് കുടിച്ചോ. അത്യാവശ്യം നല്ല ഒരു ടേസ്റ്റുള്ള വെള്ളമാണ് കേട്ടോ. പക്ഷേ യുണീക്ക് ടേസ്റ്റാണ്, നല്ല തണുപ്പുണ്ട്, അടിപൊളി സംഭവമുണ്ട്. നമ്മൾ കളക്ട് ചെയ്യേണ്ട വെള്ളം ഫ്രഷ് വാട്ടറാണെന്ന് പറഞ്ഞാൽ അതൊക്കെ എവിടെയും കെട്ടി കിടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാരണം തന്നെ അത്യാവശ്യം നല്ല അടിപൊളി വാട്ടറാണ്. അതാണ് നമ്മുടെ ആദിവാസി ചേട്ടന്മാർ ചേച്ചിമാരെല്ലാവരും കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു നേച്ചർ ഈ സ്ഥലം തന്നെ കണ്ടോ, അടിപൊളി. ആ സൂര്യൻ്റെ സംഭവം പ്രകാശമൊക്കെ കണ്ടോ, അതാണ് നമ്മൾ എന്താ പറയുക ഒരു നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്വാസം നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴും അത്രയും അടിപൊളി ഫ്രഷ് എയറാണ്. ഒരു അസുഖം ഒന്നും വരില്ല. അത്രയും എന്താ പറയുക ഒരു തെറപ്പി പോലെയാണ്. കുറേ എന്താ പറയുക ഒരു ഇവിടുത്തെ ആദിവാസി ചേട്ടന്മാർക്ക് ചേച്ചിമാർക്ക് അവർക്കൊന്നും ഒരു അസുഖമൊന്നും വരാത്ത കാരണം ഇതാണ്. കാരണം എല്ലാം മൊത്തം പച്ചമരുന്ന് ചെടികളും എല്ലാം ഇവിടെ ഫുൾ റിച്ച് ഫോറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ ഫുൾ മരുന്നിൻ്റെ സ്മെല്ല്, യൂക്കാലിപ്സ് മരങ്ങളും അതൊക്കെ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് ആക്ച്വലി ഒരു പേപ്പർ മില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഏരിയ ബഫർ സോൺ ആയ കാരണം, ഇതിപ്പോൾ ബഫർ സോൺ കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ അത് ആ ബഫർ സോൺ ആയത് കാരണം തന്നെ അവർ റെസ്ട്രിക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇനിയും പോകണം. നമ്മൾ 2 സ്ഥലത്താണ് നിർത്തി. ഫസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ മറ്റേ പ്ലാവിൻ്റെ അവിടെ നിർത്തി. ഇപ്പം നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടിൻ്റെ അവിടെ നിർത്തി. ഇനി നമുക്ക് പോകാണ്ട് കുറച്ച് ദൂരം കൂടി, എന്നിട്ട് നമ്മൾ ആ ഒരു ടവർ ടോപ്പിൻ്റെ അവിടെ എത്തും.
നമ്മൾ നിർത്തിയിരിക്കുകയാണ് മൂന്നാമത്തെ പ്രാവശ്യം. കാരണം ഇതാണ് വെൽക്കം ടു സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് പറഞ്ഞിട്ട് എൻട്രൻസ് ഇതാണ് വരുന്നത്. മെയിൻ എൻട്രൻസ് ഇതാണ്. അപ്പോൾ കണ്ടോ കല്ലിൽ ചെയ്തിട്ടാണ് 2 പില്ലറും ഇരിക്കുന്നത്. നമ്മൾ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാലാണ് ശരിക്കും നമ്മൾ എൻട്രി ചെയ്യുക സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിലേക്ക്. ദ വാലി ഓഫ് സൈലൻസ് എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാം. സൈലൻറ്റ് വാലി ഏറ്റവും മുകളിലത്തെ ഏരിയയിലെത്തി. ഇവിടെയാണ് വാച്ച് ടവറിൽ എത്ര 100 അടി വാച്ച് ടവറോ 100 അടി എന്ന് അങ്ങോട്ടാണെന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ നമുക്ക് ട്രക്കിങ് ഒരു 1.5 കിലോമീറ്റർ വൺ വേ, തിരിച്ച് 1.5 കിലോമീറ്റർ, 3 കിലോമീറ്റർ കഷ്ടി വരുന്നൊരു ട്രക്കിങ് വരുന്നുണ്ട്. അത് കുന്തിപ്പുഴ എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അവിടെ കുന്തിപ്പുഴ എന്ന് എഴുതിയിട്ടുള്ളൊരു ബോർഡ് നമുക്ക് കാണാം. അങ്ങോട്ടാണ് ട്രക്കിംഗ് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വണ്ടി ഇവിടെ കിടക്കുന്നു, നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഇത് പിന്നെ വാഷ്റൂം ഏരിയയൊക്കെയാണ് ഫ്രഷ് ആവാൻ. പിന്നെ ഒരു പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ് വരുന്നത്. ഇവിടെ ക്യാമ്പ് ഓഫീസൊക്കെ ഉണ്ട്. അപ്പോൾ വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ ഇത് കാണിച്ചു തരാം. അവിടെ വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടെ പണി നടക്കാണോ തോന്നുന്നുണ്ട്. അതാണ് നമ്മുടെ വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മൾ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുള്ള ഒരു വാലി മൊത്തം സൈലൻറ്റ് വാലി ഏകദേശം കാണാൻ പറ്റും. മലനിരകളും അതുപോലെ തന്നെ പുഴയും കുന്തിപ്പുഴയും അതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് വരുന്നത്. പിന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് ദയവായിട്ട് പ്ലാസ്റ്റിക് മെറ്റൽ മുതലായ സാധനങ്ങൾ വനപ്രദേശം ഉപേക്ഷിക്കുക. അത് വലിയൊരു കാര്യമാണ്. കാരണം കുറേ പേര് ഇവിടെ വന്നിട്ട് വേസ്റ്റ് ഇട്ട് പോയ ഒരു എന്താ പറയുക ഒരു സാങ്ച്വറി എന്ന് വേണമെങ്കിലും നമ്മൾ പറയും, ഒരു റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം വന്യജീവികളെ എന്താ പറയുക, അത് അവരുടെ വീടാണ്. അതിൽ നമ്മൾ വന്നിട്ട് പിന്നെയും എൻജോയ് ചെയ്യുക ഒരു ലിമിറ്റ് വരെ, അല്ലാതെ കൂടുതൽ സാധനങ്ങൾ വലിച്ചെറിയാതെ എന്താ പറയുക ഒരു നല്ല കാര്യമില്ലല്ലോ. അഗൈൻ എസ്പെഷ്യലി ഇങ്ങനെ ഗ്ലോബൽ വാർമിംഗ് റൈസ് ആവുന്ന കാര്യങ്ങളും. അപ്പോൾ വി ഷുഡ് ട്രൈ ടു പ്രൊട്ടക്ട് ദി എൻവയൺമെൻറ്റ്. അപ്പോൾ നമ്മുടെ വാച്ച് ടവറിൻ്റെ അവിടെ എത്തി. പിന്നെ അങ്ങോട്ട് പോയാലാണ് കുന്തിപ്പുഴ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ടും വാച്ച് ടവർ കയറിയിട്ട് വ്യൂ നോക്കാം. എന്നിട്ട് പിന്നെ ട്രക്കിങ്ങിന് പറ്റുകയാണെങ്കിൽ അങ്ങോട്ടും പോകാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ വാച്ച് ടവർ. ഇതിലേക്ക് ഇപ്പോൾ കയറി പോവാണ്. അതായത് ഓരോ ഫ്ലോറ് പോലെ ഉണ്ട് കേട്ടോ. അതായത് ലെവൽ 1 പിന്നെ 2 ഏറ്റവും മുകളിലാണ് 3 നിൽക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ മീൻസ് മുകളിൽ നിന്നുള്ളവർ താഴെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ കയറാൻ പറ്റും. അപ്പോൾ ഓരോ ലെവലിലായിട്ട്, കാരണം എല്ലാവരും കൂടിയും ഈ ഒരു സ്റ്റെയർകേസിൽ സ്റ്റക്ക് ആവണ്ടെന്നുള്ളൊരു കാരണം വെച്ചിട്ട് നമുക്ക് സ്റ്റെപ്പിൽ കയറാം. സൂക്ഷിച്ച് കയറണം അത്ര കേട്ടോ. അത്യാവശ്യം 100 അടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഉയരണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര കയറിയുമ്പോൾ തന്നെ വ്യൂ ഉണ്ടോ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതാണ് സൈലൻറ്റ് വാലി. എന്ത് ഭംഗി നോക്കി. ഇവിടുന്ന് മാത്രം കാല് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ മുകളിൽ പോയിട്ട് പിന്നെ ക്യാമറ ഓണാക്കാൻ കാല് കിടന്ന് വിറയ്ക്കുന്നുണ്ട്. അവിടെ ഉള്ള പക്ഷെ ഇതിനുള്ളിൽ ആരുമില്ല. അതാണ് നമ്മൾ പറയാൻ കാരണം. ഇതിനുള്ളിൽ 2-3 ക്യാമ്പസ്, അതിൻ്റെ ഉള്ളിൽ പൂച്ചപ്പാറ എന്ന് പറഞ്ഞിട്ട് ക്യാമ്പസ് ഉണ്ട്. ഫോറസ്റ്റിൻ്റെ ആളുകൾക്ക് പോകാം. അതിന് നടന്നു പോകണം. ഇത്രയും കാലം മറ്റേ ശരിവാണി അടിച്ചിട്ട് ഈ ഇടയ്ക്കല്ല ഓപ്പൺ ചെയ്തു. അതെ അതെ അതെ. ഞാനപ്പോൾ ഒരു 10 ദിവസം മുന്നേ അവിടെ പോയിട്ട് വന്നേ. ഓക്കെ. പോകുമ്പോൾ അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് നിലയിലേക്ക് വന്നിരിക്കുകയാണ്. അതാ കണ്ടോ നമ്മളിവിടെ കയറി വന്നിട്ട് നല്ല രസമാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ട്. ഒരു പച്ചപ്പ് ഫുൾ മല. അത് ആക്ച്വലി ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഊട്ടി നീലഗിരിയാണ് അത്ര. ഇവിടെ നിലമ്പൂർ ഏരിയ വരുന്നത്. പിന്നെ ഇത് മണ്ണാർക്കാട് ഏരിയ ആണ് അത്ര. അങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞത്. ഈ സൈഡ് നിലമ്പൂർ വരും അല്ലേ? ആ ഹാ ഹാ. ഓ, ഇതപ്പോൾ അപ്പുറത്ത് തമിഴ്നാടായിട്ട് വരും. കിലോമീറ്റർ ഉണ്ട്. അതെ. ഇതിന്റെ ഉള്ളിൽ 2-3 ക്യാമ്പ് ഷെഡുകൾ ഉണ്ട്. അത് ശരിയാ. ഫോറസ്റ്റുകാർ മാത്രം. പക്ഷെ ഫോറസ്റ്റുകാർക്ക് മാത്രം അനുവാദമുള്ളൂ. നമ്മൾ കടത്തി ഈ പുഴ കടന്നിട്ട് വേണം. ഇവിടെ പുഴ, അത് കുന്തിപ്പുഴ താഴെ. ഇവിടെ ഈ ഡാം കെട്ടാൻ തീരുമാനം എടുത്ത സെന്റർ ഇവിടെയാണ്. ഇവിടെ ഈ ഡാം കെട്ടിയിരുന്നെങ്കിൽ ഏകദേശം കിലോമീറ്റർ ദൂരം കംപ്ലീറ്റ് ഫുൾ നല്ലൊരു ഭംഗിയുള്ളൊരു കാട് നശിച്ചു പോകുമ്പോൾ ടീച്ചറൊക്കെ സമരം ചെയ്ത് ക്യാൻസൽ ആക്കിയ ഒരു സ്ഥലമാണ് ഈ പാത്രക്കടവ്. പാത്രക്കടവ് തൊട്ട് താഴെയാണ് നിലമ്പൂരി. ഇവിടെയാണ് മറ്റേ കുന്തിപ്പുഴ പറഞ്ഞ സംഭവം വരുന്നത്. അപ്പൊ നമ്മള് കുന്തിപ്പുഴയ്ക്കാണ് മറ്റേ ട്രക്കിംഗ് കുന്തിപ്പുഴ വെള്ളത്തിൽ ഇറക്കില്ല. നമ്മൾ കാട്ടിൽ കൂടെ ഒരു 1.5 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട്. വെള്ളത്തിൽ ഇറക്കില്ല. കരയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ആരെയും നമ്മളെ ഇറക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല വെള്ളം അത്യാവശ്യം നല്ല വെള്ളം വരും. മഴക്കാലത്തൊക്കെ നല്ല വെള്ളം. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ഉണ്ട്.
ഇത് മണ്ണാർക്കാട് പോയി നെട്ടർക്കട പോയി കുറ്റിച്ചാല് പോയി നെട്ടർക്കട പോയി നെട്ടർക്കടവ് നേരെ ഭാരതപ്പുഴയിലേക്കാണ് പോകുന്നത്. ശരി, ഓക്കെ. ഭാരതപ്പുഴ മലപ്പുറം ജില്ലയിലേക്ക് പോയി. മണ്ണാർക്കാട് ഭാഗത്ത് ചെന്നാൽ മാത്രമേ മനുഷ്യൻ ടച്ച് ചെയ്യുള്ളൂ. അതിനുള്ളിൽ ജനവാസവും കാര്യങ്ങളൊന്നും നമുക്ക് അത്യാവശ്യം നല്ല പ്യൂർ വെള്ളമായിരിക്കും അല്ലേ? വേറെ ആരും ഇറക്കില്ല. നല്ല ശുദ്ധ ജലമായിരിക്കും ആരും ഫ്രഷ് വെള്ളമല്ലേ? അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അവിടെ പോകുന്ന പവർ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ലെവലിലേക്ക് വന്നു, ഇനി സെക്കൻഡ് ലെവലിലേക്ക് പോവാം. എന്റെ ദൈവം, ഉയരം കൂടുന്തോറും പേടി കൂടുക, അല്ല ചായയുടെ ടേസ്റ്റ് എല്ലാം കൂടുന്നത്. ആയിട്ടില്ലേ ദൈവമേ. അപ്പൊ ആൾക്കാർ ഇനി മുകളിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെ തിരിച്ച് താഴത്തോട്ട് പോവാം. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ പെട്ട് വെയിറ്റ് ചെയ്യാൻ. ഒരു മുകളിൽ നിന്ന് ഇനി അവര് വരാണ്ടെന്നാണ് പറഞ്ഞത്. വെഹിക്കിൾ മാനിയ നമ്മളിത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, കുറച്ച് കുത്തനെയാണ്. അതെ അതെ. അടിപൊളി സംഭവം കേട്ടോ, മസ്റ്റ് വാച്ചാണ്. പക്ഷെ ഇത്തിരി ഒരു എന്താ പറയുക, പേടി കൂടാണ്ട് കയറണം എന്ന് മാത്രം. എൻ്റെ വോയിസ് ചിലപ്പോൾ എന്താ പറയുക ഫീബിളായിരിക്കും, കാരണം കുറച്ച് കാറ്റുണ്ട്, പിന്നെ എനിക്ക് പേടിയുണ്ട്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് എത്തി. കുറച്ചേരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കാം. അയ്യോ, ഏതാ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കര ഇൻക്രീസ് ആവും കേട്ടോ. എനിക്ക് ആക്ച്വലി ഇനി ഒന്നുകൂടി ഉണ്ട്. ഇവിടുന്ന് കുറച്ചുകൂടി അടിപൊളി വ്യൂ ആണ്. ആ പുഴ അതല്ലേ പുഴ, ഇതാണ് ആക്ച്വലി പുഴ വരുന്നത്. പിന്നെ ജസ്റ്റ് കയറുന്നതിൻ്റെ കാര്യമല്ല, കുറച്ച് പേടി, പിന്നെ സ്റ്റീപ്പായിട്ട് കയറുന്ന കാരണം നമ്മുടെ ഹാർട്ട് ബീറ്റ് നല്ല ഇൻക്രീസ് ആവും. പിന്നെ ആൾട്ടിറ്റ്യൂഡ് കൂടുതലാണല്ലോ, അതിൻ്റെ ഒരു കാര്യം ഇഷ്യൂ ഉണ്ട്. പക്ഷേ മസ്റ്റ് വിസിറ്റാണ്, എന്തായാലും വരണം, എന്തായാലും കാണണം. അപ്പോൾ ഇവിടെയാണ് അവർ ആക്ച്വലി ഒരു ഡാം ബിൽഡ് ചെയ്യാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ സുഗതകുമാരി ടീച്ചർ അവർ വിചാരിച്ചിട്ട് അവരൊക്കെ കുറേ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു പ്ലാന് ക്യാൻസൽ ചെയ്തിട്ട്. അപ്പോൾ കുന്തിപ്പുഴ ചെറിയൊരു വെള്ളച്ചാട്ടം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്നാണ് ആക്ച്വലി ആ കുന്തിപ്പുഴ ഒഴുകിയിട്ട് വരുന്നത്. അതാ പറഞ്ഞ് ട്രക്കിങ്ങിന് അങ്ങോട്ട് പോവാന്ന്. നമ്മുടെ ടൂർ കോർഡിനേറ്ററാണ് വിജയ് സർ. അപ്പോൾ ആളാണ് ഫുൾ മെയിൻ ചെയ്തത് ഹോണ്ട ബിഗ് വിങ്ങിൽ. അപ്പോൾ ഇനി നമുക്ക് ഒരു ലെവൽ കൂടി പോകണം. ഈ ഏരിയ കാണാൻ എനിക്ക് അടുത്തേക്ക് പോകാൻ പേടി കേട്ടോ. ഇതാ കണ്ടോ എന്ത് ഭംഗി നോക്കി. ഇതൊക്കെ നമ്മൾ ലൈഫിൽ കണ്ടിട്ടില്ലെങ്കിൽ എന്താണ്. അപ്പോൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും സൈലൻറ്റ് വാലി വിസിറ്റ് ചെയ്യാൻ. കാരണം അറ്റ്ലീസ്റ്റ് വൺസ്, ഇതിപ്പോൾ ഞാൻ ആക്ച്വലി സെക്കൻഡ് പ്രാവശ്യമാണ് വരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ ഇവിടെ കയറാൻ. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഇതാണ് ഏറ്റവും ടോപ്പസ്റ്റ് ലെവലിലേക്ക്. അയ്യോ, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ദൈവം. ഇത് തിരിച്ചും നമ്മൾ ഇറങ്ങണ്ടേ. ഉയരം കൂടും തോറും പേടി കൂടും. അയ്യോ, ഇനി ഇത്തിരി കുത്തനെയാണ്. ഈ ലെവലിൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ വ്യൂ അങ്ങോട്ട് ആസ്വദിക്കാം. ഞാൻ ഇനി മുകളിൽ പോയിട്ട് അല്ല വേണ്ട, ഇവിടെ നിന്ന് തന്നെ കാണിച്ചു തരാം. ഏറ്റവും ടോപ്പസ്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്. കാണാം. ക്യാമറ അടുത്തേക്ക് കൊണ്ടുവന്നില്ല, എൻ്റെ കാലൊക്കെ വരയ്ക്കുന്നു. നടുവിൽ നിന്നിട്ട് സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഒരു 360 ഡിഗ്രി വ്യൂ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അടിപൊളിയായിട്ടില്ലേ? ഇനി താഴെ എത്തിയിട്ട് ബാക്കി പറയാം. ഗൈസ്, തിരിച്ചിറങ്ങണം എന്നാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. അത്യാവശ്യം നല്ല ശ്രദ്ധിച്ചിട്ട് ഇറങ്ങണം. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഒരു വീതി വളരെ കുറവാണ്. അപ്പോൾ ഞാൻ താഴെ എത്തിക്കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. ഒന്നും കാര്യമായിട്ട് പറയേണ്ടിരുന്നതെന്ന് വെച്ചാൽ പറയാൻ പറ്റുന്നില്ല.
നിങ്ങൾ ആ വോയിസ് ചെറുതായിട്ട് എൻ്റെ ജിറ്റർ ഉണ്ടാവും, ഇത്തിരി ഇങ്ങനെ കിടന്ന് അളകിയിട്ടുണ്ടാവും എൻ്റെ വോയിസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഹാർട്ട് ബീറ്റ് വരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അഡ്രിനാലിൻ റഷ് വരുന്ന കാര്യമാണ്. അത്രയും ടോപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ അറിയില്ല, പക്ഷേ നമ്മളവിടെ പേഴ്സണലി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അത്രയും എന്താ പറയുക ഹാർട്ട് ബീറ്റ് നല്ല ഇൻക്രീസ് ആകും. കാരണം ഒരു പേടിയുള്ള ആൾക്കാണെങ്കിൽ ഭയങ്കര ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആവും. അപ്പോൾ അതായിരുന്നു ഞാൻ അവിടുന്ന് നേരെ ഒന്നും പറയാണ്ടിരുന്നത്. അത് ഞാൻ പിന്നെ താഴെ വന്നിട്ട് പറയാമെന്ന്. പിന്നെ ഇറങ്ങുമ്പോഴും വളരെ സൂക്ഷിച്ചിട്ട് ഇനി വരുന്നവർക്കും പറയുകയാണ് ഞാൻ, എന്താ പറയുക, വരുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് കയറുക. 2 സൈഡിലും പിടിച്ചിട്ട് മെല്ലെ നോക്കി കയറുക. കാരണം ഞാൻ ഷൂസ് ഇട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ സ്ലിപ്പാവണം, തട്ടി കളഞ്ഞ് വീഴാനുള്ള വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നിൽ ആൾക്കാർ വരുന്നത് കാരണം തന്നെ ഒരു ഡൊമിനോ എഫക്റ്റ് പോലെ കുറേ പേര് ചിലപ്പോൾ പിന്നോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് കണ്ണ് നേരെ തുറന്നിട്ട് ശ്രദ്ധിച്ചിട്ട് കയറി തന്നെ പോകുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വൺസ് ഇൻ എ വയലല്ല, നമ്മൾ ഫ്രീ ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ടൈം ഉള്ളപ്പോൾ മനസ്സ് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു എന്തൂസിയാസം, അത് നേച്ചറിന് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വരേണ്ട സ്ഥലമാണ് സൈലൻറ്റ് വാലി. അപ്പോൾ ഡു വിസിറ്റ് സൈലൻറ്റ് വാലി. അപ്പോൾ ഇനി നമുക്ക് ട്രക്കിംഗ് പറഞ്ഞൊരു സംഭവമുണ്ട്, അങ്ങോട്ട് പോവാം. അത് ആക്ച്വലി കുന്തിപ്പുഴ വഴിയാണ് 1.5 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നാണ് തിരിഞ്ഞ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നടന്നിട്ട് പോകാം. നമ്മുടെ ടീം ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് വ്യൂ ടവറിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇനി നമുക്ക് കാണാം കുന്തിപ്പുഴ എന്ന് ബോർഡ് കൊടുത്തിട്ടുണ്ട് 1.5 കിലോമീറ്റർ. അപ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ ടീയും കോഫിയും കഫേ ഉണ്ടെന്ന് പറഞ്ഞ് ചായ കടിയും ഇതൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ചായ കുടിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് ചെയ്യാം ട്രക്കിങ്. അപ്പോൾ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് കുന്തിപ്പുഴ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ കോഫി ഷോപ്പിലേക്ക്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ മറ്റേ ഡാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യുന്ന ഈ സൈലൻറ്റ് വാലിക്ക് വരുന്ന വഴിയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലോ. അത് മൊത്തം ഇവർ ആക്ച്വലി KCB വെട്ടി ഉണ്ടാക്കിയതാണ്. ഡാം ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് കോൺക്രീറ്റ് ആയാലും ബ്ലോക്ക് ആയാലും എന്തായാലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ആൾമോസ്റ്റ് പണി സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പോഴാണ് പ്രൊട്ടസ്റ്റും സമരമൊക്കെ പാത്രക്കടവ് സമരം നടത്തിയിട്ട് അവർ എന്താ ഒരു പ്ലാൻ ക്യാൻസലാക്കിയത്. പിന്നെ ഇത് നമുക്ക് ഈ ഒരു ഇതൊക്കെ ക്വാർട്ടേഴ്സാണ്. KCB അവർ ആക്ച്വലി ഡാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് ഇതാണ് എന്താ പറയുക ക്വാർട്ടേഴ്സ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഗാർഡനും കണ്ടോ, നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ എന്താ പറയുക സൈലൻറ്റ് വാലിയുടെ ഒരു പാർട്ട് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാണാം കണ്ടോ, പുല്ലൊക്കെ നല്ല വൃത്തിയിൽ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്ട്രേറ്റ് നടക്കാം. നടന്നു വരുമ്പോഴാണ് ഇതിന് ആക്ച്വലി പോയിട്ടാണ് ആ റൂട്ട് വരുന്നത്. അപ്പോൾ എന്താ ഇതിന് വന്നപ്പോഴാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു മ്യൂസിയം അല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ ഫ്രെയിമും, അതായത് ഇവിടുത്തെ ഓരോ ജീവികളെ പറ്റിയിട്ട്, അതിപ്പോൾ ആനയായാലും അതുപോലെ തന്നെ ഇപ്പോൾ പാന്തർ, ചീത്ത, പിന്നെ മാന്, ടോട്ടോയ്സ്, ആമകളും ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റി ആയ ഒരു ആനിമൽസിൻ്റെ എന്താ പറയുക ഒരു ഡീറ്റെയിൽസ് വെച്ചൊരു മ്യൂസിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഷോക്കേസിംഗ് ആണ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും, അതിപ്പോൾ ചെടികളിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ചെറിയൊരു സൈലൻറ്റ് വാലി ക്വിസ് എന്നൊക്കെ പറഞ്ഞിട്ട്, നേച്ചർ ക്വിസ് എന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ട്. ഇതിപ്പോൾ ആക്ച്വലി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഏരിയയിൽ വരികയാണെങ്കിൽ നമ്മുടെ സിംഹവാലക്കുരങ്ങൻ്റെ ഫോട്ടോ കണ്ടോ, ഇങ്ങനെയാണ് ആക്ച്വലി സിംഹവാലക്കുരങ്ങൻ ഇരിക്കുന്നുണ്ടാവുക. ഇത് ഏഷ്യൻ എലിഫൻ്റാണ് ഇരിക്കുന്നത്, ഏഷ്യൻ ആന. പിന്നെ ഇത് നമ്മുടെ മറ്റേ വലിയ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അണ്ണാൻ, മലയണ്ണൻ തന്നെ. അതിൻ്റെ പിന്നെ ഒരു കാളയുടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എന്താ പറയുക ഇൻഡിജിനസ് സ്പീഷീസാണ് ഇവിടുത്തെ എന്താ പറയുക ഫോക്കസ്ഡ് ഓൺ ടു സൈലൻറ്റ് വാലി. ഉണ്ടോ, പുലി ഇരിക്കുന്നുണ്ട്, ഇമേജസൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ലൊരു നോളജ് ഫുൾ ഈ റിസർച്ചൊക്കെ നടത്തുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയൊരു സംഭവമാണ് ഈ ഏരിയയിൽ നോക്കുകയാണെങ്കിലും. അറൗണ്ട് 1, 2, 3 ലെയറായിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഉണ്ട് എന്ന് തോന്നുന്നു. അതെ, 4 ലെയറായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഹോൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സ്, പച്ചമരുന്നിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ ഒരു മുനിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പച്ചമരുന്നിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളും കാണിച്ചിട്ടുള്ള സംഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അത്യാവശ്യം നല്ലൊരു നമ്മൾ ഇവിടുന്ന് കയറുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ വരുമ്പോൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷൂസ് ഊരിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈറ്റ് ഉള്ളിൽ കയറിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് എന്തായാലും വരാം. കാരണം നമ്മൾ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ആ ഷോക്കേസ് ചെയ്യുന്ന മുറിയിൽ നിന്ന് മ്യൂസിയം, ഞാൻ എന്തായാലും വിളിക്കുന്ന മ്യൂസിയം എന്നാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീം ദേ വരുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ ആക്ച്വലി ഇനി നമുക്കുള്ളത് ഒരു ചായ പിടിച്ചിട്ട് ട്രക്കിങ്ങിന് പോകണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ,
അതുപോലെ നമ്മുടെ വേറെ വീഡിയോസും കണ്ടോളും. നമ്മൾ ഓട്ടോമൊബൈൽ റിവ്യൂസാണ് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു എന്താ പറയുക ഒരു ടൂറിസം പ്ലേസ് റിവ്യൂ ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഹോണ്ട ബിഗ് വിങ്ങിൻ്റെ ഭാഗം ഉള്ളൊരു ടൂർ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു റിവ്യൂ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു ലഘു ഭക്ഷണശാലയാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് ഇവിടുന്ന് പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ ഒരു കുന്തിപ്പുഴ ട്രക്കിംഗ് ആണ്, പക്ഷേ ഇവിടുന്ന് എങ്ങോട്ടാണ് റൂട്ട് എന്ന് നമുക്ക് നോക്കണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വരികയാണെങ്കിലും എന്താ പറയുക ഗൈഡിൻ്റെ ഒപ്പം നിൽക്കുക, ഗൈഡ് പറയുന്നത് കേൾക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴി മാറിയിട്ടും എങ്ങനെയും പോയി ഇവിടെ അറൗണ്ട് പുലികളൊക്കെ ഉണ്ട്, 7 പുലികളുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഫോറസ്റ്റിന് ആൾക്കാർ ഇൻ കേസ് എന്തെങ്കിലും തോക്ക് അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ വഴി മിസ്സാവും. അപ്പോൾ ആവശ്യമില്ലാണ്ട കാര്യങ്ങൾ നമ്മൾ വെറുതെ പോയി ചാടരുത്. അതുകൊണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഗൈഡ് നമ്മുടെ ഒപ്പം വരുന്ന ഗൈഡ് ചേട്ടൻ പറയണത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കേൾക്കുക. നമ്മൾ ചായ കുടിച്ചു ഈ ഏരിയയിൽ നിന്ന്. ചായയും ഇലയട പിന്നെ നമ്മുടെ ബൂസ്റ്റ് കോഫി ഇതൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് വന്നത്. ഇനിയിപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത് ട്രക്കിങ്. ഓക്കെ, ഒരു 1.5 കിലോമീറ്റേഴ്സ് 1.5 കിലോമീറ്റർ വൺ വേ, തിരിച്ച് 1.5 കിലോമീറ്റർ 3 കിലോമീറ്റർ മൊത്തം വരുന്ന ട്രക്കിംഗ് ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒരു സീന് കാണുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഇങ്ങനെ ഒരു ട്രക്കിംഗ് പറഞ്ഞ സംഭവത്തിന് പോകുന്നത്. നല്ല ഫീലിംഗ് ആണ്. കാടിൻ്റെ നടുവ് കൂടെയാണ് നടക്കുന്നത്. പോകുമ്പോൾ ഞാൻ ചെറിയൊരു അരുവി കണ്ടു കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. വെള്ളം നല്ല തണുത്ത വെള്ളം കേട്ടോ. അവിടുന്നാണ് മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. നല്ല പ്യുവർ ശുദ്ധമായ വെള്ളമാണ്. എന്താ പറയുക, pH 7 വെള്ളമായിരിക്കും ചിലപ്പോൾ. ട്രക്കിംഗ് അവിടെ കാടാണ് കേട്ടോ മൊത്തം. ഈട്ടിക്കാടാണോ എന്തോ ആണ് ഗൈഡ് ചേട്ടൻ പറഞ്ഞത്. ആനകളൊക്കെ വരുന്ന സ്ഥലമാണ്. പിന്നെ ഇതിനെ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ചിട്ട് വരിക. നടക്കാൻ വയ്യാത്തവരാണെങ്കിൽ അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു കെയർ എടുത്തിട്ട് റിസ്ക് എടുക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നുകയാണെങ്കിൽ, ആത്മവിശ്വാസം തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് കം. ഇല്ലെങ്കിൽ ജസ്റ്റ് സേഫർ സൈഡ് ആയിട്ടിരിക്കുക. കാരണം അത്ര വലിയ സംഭവം എന്താ ഇങ്ങനെ ഡിഫിക്കൽട്ടായൊരു ട്രക്കിംഗ് അല്ല. പക്ഷെ ഒരു കല്ലും ഇതൊക്കെ ഉള്ള കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കാല് ഉളുക്കാൻ അങ്ങനെ വലിയ സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ. എന്നാലും വന്നു കഴിഞ്ഞാൽ നല്ല പ്രകൃതി ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. എങ്ങോട്ട് നോക്കിയാലും എங்கே പാത്താലും പച്ച അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ മരത്തിൻ്റെ ഇടയിൽ സ്പേസിൻ്റെ ഉള്ളിൽ കൂടെ മറ്റേ വെയിലിൻ്റെ എന്താ ഒരു എന്താ പറയുക സൺറൈസ് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ പോകുമ്പോൾ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് പോവുക, ഒറ്റയ്ക്ക് പോകാണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ആന വരികയാണെങ്കിലോ അല്ലെങ്കിൽ പുലി വരികയാണെങ്കിലോ നമ്മളെ കടിക്കില്ലല്ലോ, എല്ലാവരും കടിക്കുമല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ സേഫായിരിക്കും, അതാണ്. കുറച്ചുകൂടി നടക്കേണ്ടത് തോന്നുന്നുണ്ട്. നമ്മളൊരു 600 മീറ്റർ ചിലപ്പോൾ കവർ ചെയ്തിട്ടുണ്ടാവും. കുറച്ചുകൂടി നടക്കണ്ട. ഇനി ഞാൻ മറ്റേ ട്രക്കിങ്ങിൻ്റെ എൻഡ് എത്തിയിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ താഴത്തേക്ക് ഒരു ഡെപ്താണ്. അവിടെയൊക്കെ ചെറിയ ചെറിയ നീർച്ചാലുകളാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ അരുവികളൊക്കെ ഇങ്ങനെ ഒഴുകിയിട്ട് പോയിട്ട് ആ ഒരു കുന്തിപ്പുഴയിൽ എത്തുന്നത്. അങ്ങനെയാണ് കുന്തിപ്പുഴ വലുതാവുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡ് ചേട്ടൻ പറയായിരുന്നു, എന്താ പറയുക, ഞാൻ പേഴ്സണലി ജസ്റ്റ് നോക്കിയപ്പോൾ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസോ കവറോ ഒന്നും ഇവിടെ കാണാനില്ല. ഈ മരത്തിൻ്റെ ചിലകളുടെ വേസ്റ്റും അതുപോലെ തന്നെ എന്താ ഇലകൾ വീണ് കിടക്കുന്നതല്ലാണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് പോട്ട് ഒന്നും കാണാനില്ല. അത്രയും നീറ്റ് ആൻഡ് നമ്മൾ വിചാരിക്കുന്നത് നാട്ടിൽ തന്നെ ആണോ എന്ന്. കാരണം അത്രയും വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഞാൻ എവിഡൻസോടെ കാണിച്ചു തരാം. എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇവിടെ ഡയറക്റ്റ്ലി വന്ന് നോക്കി നോക്കും. അത്രയും അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ചേട്ടൻ പിന്നെ ഞാൻ ആൾ പറഞ്ഞ രീതിയിലല്ല, ഞാൻ ജസ്റ്റ് ഒബ്സർവ് ചെയ്തതാണ്. ആളൊരു പേപ്പർ കണ്ട് ഒരു ചെറിയൊരു പേപ്പറിൻ്റെ തുണ്ട് കഷ്ണം അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ആൾ കുമ്പിട്ട് എടുത്തു. അത്രയും എന്താ പറയുക കോൺഷ്യസ് ആയ ആൾക്കാരാണ് ഇവിടെ മൊത്തം. അതേപോലെ നമ്മളും ആവണം. ആക്ച്വലി വേസ്റ്റൊന്നും എവിടെ ഇടാണ്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ
എന്താ പറയുക, ഇവർ ഈ വന്യജീവികൾ എന്താ ചെയ്യുക, ഇവരുടെ ജീവിതം ഇതാണ്, ഈ ഒരു ഫോറസ്റ്റാണ് അവരുടെ ലൈഫ്. അപ്പോൾ അത് അവിടെയും നമ്മൾ അതിക്രമിച്ച് കയറിയിട്ട് നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ നേച്ചർ എൻജോയ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുക, എന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മൾ നേച്ചറിൻ്റെ ഒരു ബലത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു കാടും ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളും ഇല്ല. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ശ്വസിച്ചറിയും ഫ്രഷ് എയറാണെന്ന് അറിയും. നമുക്കൊരു എന്താ പറയുക, ഒരു ഡ്രൗസി ഫീലൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഫ്രഷ് ചെയ്ത് തന്നെ ഭയങ്കര റിഫ്രഷിങ് ഫീലാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റാണ്. ഞാൻ കുറേ പറയണമെങ്കിൽ എന്തായാലും നിങ്ങൾ വരണം സൈലൻറ്റ് വാലിയിൽ. നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുന്തിപ്പുഴ എത്തിയിട്ടില്ല. ചിലപ്പോൾ ഒരു 300-400 മീറ്റർ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് നോക്കാം. നമ്മൾ 1.5 കിലോമീറ്റർ നടന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കുന്തിപ്പുഴ. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്. ഇവിടെ ആക്ച്വലി മുന്നേ തൂക്കുപാലം ഉണ്ടായിരുന്നു. അപ്പോൾ 2018 പ്രളയം വന്ന കാരണം അത് പൊട്ടിപ്പോയി. എന്നിട്ട് ഇപ്പോൾ അവർ പുതിയതായിട്ട് KCBക്ക് വേണ്ടിയിട്ടും മറ്റേ ഫോറസ്റ്റിൻ്റെ ആൾക്കാർക്കും നമുക്കും വേണ്ടിയിട്ട് ഒരു നമുക്ക് ശരി അതെ. ഇപ്പോൾ ഫോറസ്റ്റുകാർക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ശരി അതെ. അപ്പോൾ ഫോറസ്റ്റുകാർക്കും അതുപോലെ തന്നെ നമുക്ക് കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 2 മലകളുടെ ഇടയിൽ ജസ്റ്റ് ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു പാലം. അത് പൊട്ടിയത് കാരണം. അപ്പോൾ ആ ഒരു ഡാമിൻ്റെ പ്രൊജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഈ 2 വാലിയുടെയും ഇടയിലായിരുന്നു. 2 സൈഡും പാറയാണല്ലോ. അപ്പോൾ നടുവിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. 120 മെഗാവോട്ടോ അങ്ങനെ എന്തോ പറഞ്ഞു ആൾ. അപ്പോൾ ആ ഒരു ഇതിലായിരുന്നു അവർ ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷേ ആ ഒരു പ്രൊജക്റ്റ് അവർ ക്യാൻസൽ ചെയ്തു. നിങ്ങൾക്ക് പുഴ വരുന്നത് കാണാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ശരിക്കും നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന അതേപോലെ നല്ല ഭംഗിയിലാണ് പുഴ കാണാൻ. മൊത്തം ഏരിയയും കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം മറ്റേ കയറിട്ട് വെച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ പണിക്കാർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്ലും മെറ്റലൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇത് താഴത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് കയറിയിട്ട് ഈ ഒരു സിമെൻറ്റ് ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഒരു കയറ് കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കുന്തിപ്പുഴ. അപ്പോൾ നമുക്കിനി തിരിച്ച് അങ്ങോട്ട് കയറി പോകണം. നമ്മളിപ്പോൾ ഡിസെൻ്റായിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ മുകളിലേക്ക് കയറിയിട്ട് പോകണം. എന്നിട്ട് നമ്മൾ തിരിച്ച് ബേസ് സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. ബേസ് ക്യാമ്പിൽ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോകുന്നതായിരിക്കും. കുന്തിപ്പുഴ കഴിഞ്ഞിട്ട് കയറ്റം കയറിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല സുഖമായിരുന്നു ഇറങ്ങി വന്നിട്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ച് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫോണിന് റേഞ്ചില്ല, ആരും വിളിക്കില്ല, ഒരു സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനും വരില്ല, മെസ്സേജ് വരില്ല, വാട്സപ്പ് വരില്ല, ഒന്നുമില്ല, ഒരു നോട്ടിഫിക്കേഷനും വരില്ല. സമാധാനം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ ലൊക്കേഷൻ നിങ്ങൾ തരികയാണെങ്കിൽ ദിസ് ഈസ് ദി ബെസ്റ്റ് പ്ലേസ്. വേറെയും കുറേ സ്ഥലങ്ങളുണ്ട്. പാലക്കാടുള്ളവർക്ക് ഇവിടെ വരാം, അല്ലാത്തവർക്ക് ഇവിടെ വരാം. കാരണം ഒരു ന്യൂ ലൊക്കേഷനാണല്ലോ. അപ്പോൾ കയറ്റം കയറി കഴിഞ്ഞിട്ട് പറയാം. അത്യാവശ്യം നല്ല കയറ്റുണ്ട്. അപ്പോൾ ശ്വാസം എടുക്കാൻ കുറച്ചുകൂടി എന്താ പറയുക, ഡെയിലി എക്സസൈസ് ചെയ്യുന്ന പോലെ കേട്ടോ. ഈ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റൊക്കെ ബേണാവും. ചിലരെത്ര ബേണാവും വെച്ചിട്ട്. പക്ഷെ നല്ല രസമാണ്. കാരണം എന്താ വെച്ചാൽ ഈ നേച്ചറിൻ്റെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ഓരോ മെഡിസിനൽ ഹെർബ്സിൻ്റെ ഫ്രേഗ്രൻസ്, ഒരു മണം വരുന്നത് കാരണം തന്നെ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. വളരെ ഒരു റിഫ്രഷിങ് ഫീലിംഗ് ആണ്. എന്താ പറയുക, റെജുവിനേഷൻ എന്നൊക്കെ പറയില്ലേ, ഒരു റിട്രീറ്റ് എന്ന് പോലെ. അപ്പോൾ അഗെയിൻ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അതെ, ഞാൻ വെറുപ്പിച്ചു നിങ്ങളുടെ അടുത്ത്. മസ്റ്റ് വിസിറ്റാണ് പറഞ്ഞിട്ട്. ഇനി നമുക്ക് തിരിച്ച് പോകണം, ഇറക്കണം. ബസ്സിൽ നിന്ന് തിരിച്ച് പോയിട്ട് ബേസ് ക്യാമ്പിൽ പോയിട്ട് വാഹനം എടുത്തിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് പരിപാടി തീരും. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഷോട്ട് എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് കയറാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താം. ഓ ഗായ്സ്, നമ്മൾ തിരിച്ച് ക്യാമ്പിൻ്റെ അവിടെ എത്തി. നമ്മളെ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നോരോന്ന് എടുത്തിട്ട് ലഞ്ച് കൂടിയും കഴിക്കും. ഇപ്പോൾ സമയം അറൗണ്ട് 1 മണി ആയി. ഈ ലഞ്ച് കൂടിയും കഴിച്ചിട്ട് നമ്മളെല്ലാവരും ഡിസ്പേഴ്സ് ചെയ്യും. അതാണ് പ്ലാൻ. നമ്മൾ ആക്ച്വലി തിരിച്ച് ഷോറൂമിലേക്ക് പോകും. ഇല്ലെങ്കിൽ നിയർ ബൈ ആൾക്കാർ ഡയറക്റ്റ് അവരവരുടെ വീട്ടിലേക്ക് പോകുന്നതാണ് പ്ലാൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ.
അപ്പോൾ അത്യാവശ്യം നല്ലൊരു എക്സൈറ്റിംഗ് ടൂറായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ മോഡൽസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന CB350 ആയിരുന്നു. അപ്പോൾ ഞാൻ ഓണേഴ്സിൻ്റെ അടുത്തൊക്കെ യൂസേജിൻ്റെ ഫീല് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, സസ്പെൻഷൻ നല്ല സ്മൂത്താണെന്ന്. അപ്പോൾ എനിക്കും ഫീൽ ചെയ്തു. ഞാൻ ഹൈനസ് CB350 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സസ്പെൻഷൻ അടിപൊളിയായിരുന്നു. ഇങ്ങോട്ട് വരുന്ന റോഡൊക്കെ വളരെ മോശമായിരുന്നു. ആ ഒരു സമയത്തും തീരെ അത്ര ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ എൻ്റെ കോമ്പറ്റീറ്റർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അങ്ങനെ ഒരു ജിറ്ററിങ് ഫീലിൽ നല്ല വൈബ്രേഷൻ ഉണ്ടാവും. പക്ഷേ ഇത് തീരല്ല. പിന്നെ പവർ ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഗിയറിലാണെങ്കിലും അത്യാവശ്യം സ്റ്റോൾ ചെയ്യാണ്ട് നേരെ പോകുന്നുണ്ട്. തേർഡ് ഗിയറിൽ വീണാലും അധികം മൈലേജ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. സ്റ്റോൾ ചെയ്യാണ്ട് സിറ്റി കൂടെ ട്രാഫിക്കിലൊക്കെ ഓടിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു ഹെൽപ്പ് ആവും. അപ്പോൾ നന്ദി. നമസ്കാരം. ഇതിൽ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതൊരിക്കലും കാണാൻ ദൃശ്യം. ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്.